പ്രകൃതി മനുഷ്യന് കനിഞ്ഞരുളിയ വരദാനങ്ങൾ വളരെയേറെയാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിലും നിലനിർത്തുന്നതിലും മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെടുന്നതായി നമുക്ക് കാണാം. വൃത്തിഹീനമായ ചുറ്റുപാടുകളും പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത ജീവിതശൈലികളിലൂടെയും നാം പകർച്ചവ്യാധികളെ ക്ഷണിച്ചു വരുത്തുന്നു. വീടിനു ചുറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ അത് ഹാനികരമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. കൊതുകുജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, മന്ത് എന്നിവ പരത്തുന്ന കൊതുകുകൾ വീടിനു ചുറ്റും നാം വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളായ ചിരട്ട, കുപ്പിക്കഷ്ണങ്ങൾ, ഉരൽ, പൊട്ടിയ ചട്ടികൾ, ടയറുകൾ എന്നിവയിൽ കെട്ടിനിൽക്കുന്ന ജലത്തിൽ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന കൂത്താടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊതുകുകളായി പരിണമിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകുകൾ അന്തരീക്ഷത്തിൽ യഥേഷ്ടം വിഹരിക്കുകയും രോഗവ്യാപനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. വീടിന്റെ പരിസരങ്ങളിൽ പതിവായി കാണപ്പെടുന്ന കൊതുകുകൾക്ക് മുട്ടയിടാൻ പാകത്തിനുള്ള ജലം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ സമയാസമയങ്ങളിൽ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അവശ്യം ചെയ്തിരിക്കേണ്ട ഒന്നാണ്. വിവിധ തരത്തിലുള്ള കൂത്താടി ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനായി ഉറവിടങ്ങളുടെ ഭൗതിക സ്വഭാവം കണക്കിലെടുത്ത് വിവിധ രീതികൾ അവലംബിക്കാവുന്നതാണ്. വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചിരട്ട, മുട്ടത്തോട്, തൊണ്ടുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ മുതലായവ ഒരു സ്ഥലത്ത് ശേഖരിച്ചു വച്ച ശേഷം അവയെ വിവിധ ഭാഗങ്ങളിലായി വേർതിരിക്കാം. പൊട്ടിയ കുപ്പിക്കഷ്ണങ്ങൾ, ഉപയോഗശൂന്യമായ ഓട്, ചട്ടി എന്നിവയുടെ കഷ്ണങ്ങൾ, മുട്ടത്തോട് മുതലായവ കുഴിച്ചു മൂടുകയും പ്ലാസ്റ്റിക് കുപ്പികൾ, അടപ്പുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ മുതലായവ വെള്ളം കെട്ടിനിൽക്കാതിരിക്കുവാനായി ഒരു ചാക്കിൽ കെട്ടി സുരക്ഷിതമായി മാറ്റിവെക്കുകയും റീസൈക്ലിങ്ങിനായി അവ ശേഖരിക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കാവുന്നതുമാണ്. തൊണ്ട്, ചിരട്ട മുതലായവ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യാം. വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള മൺകുടങ്ങളുടെ മേൽമൂടികൾ കമഴ്ത്തി വയ്ക്കുന്നതാണ് ഉത്തമം. ഉപയോഗശൂന്യമായ ഉരൽ കമഴ്ത്തി വയ്ക്കുക വഴി കൊതുകുകളുടെ കൂത്താടി ഉറവിടം ഇല്ലായ്മ ചെയ്യുവാൻ സഹായകമാകുന്നു. മഴക്കാലങ്ങളിൽ ടെറസിനു മുകളിൽ വെള്ളം കെട്ടിനിന്ന് കൂത്താടി വരുവാൻ സാധ്യതയുള്ളതിനാൽ സമയാസമയങ്ങളിൽ അത് നീക്കം ചെയ്യേണ്ടതാണ്. കീൽപ്പാട്ടകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജലവും അപകടകാരിയായേക്കാം. മഴക്കാലങ്ങളിൽ അവ ചരിച്ചിടുന്നതാണ് ഉത്തമം. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കൂത്താടി നശീകരണത്തിനായി മണ്ണെണ്ണ, കരിയോയിൽ പോലുള്ള വില കുറഞ്ഞ ഇന്ധനങ്ങൾ ഒഴിക്കുകയോ അല്ലെങ്കിൽ ജലം ചാലിലൂടെ ഒഴുക്കിവിടുകയോ ചെയ്യുക. ടയർ റീത്രെഡിംഗ് സെന്ററുകൾ പലപ്പോഴും കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ടയറുകളിൽ വെള്ളം കെട്ടിനിൽക്കാത്ത തരത്തിൽ ദ്വാരങ്ങളിട്ട് വയ്ക്കുകയോ മണ്ണിട്ട് നിറച്ച് അലങ്കാര സസ്യങ്ങൾ വച്ചുപിടിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. വീടിനു പുറത്തുള്ള ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കാതിരിക്കുക. ഫ്രിഡ്ജ്, എയർ കൂളർ എന്നിവയിൽ കെട്ടിനിൽക്കുവാൻ സാധ്യതയുള്ള വെള്ളം ആഴ്ചയിലൊരിക്കലെങ്കിലും നീക്കം ചെയ്തതായി ഉറപ്പുവരുത്തുക. വീടിനുള്ളിലെ അലങ്കാര ചെടികൾ നട്ടിരിക്കുന്ന ചട്ടിയുടെ അടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം ആഴ്ചയിലൊരിക്കലെങ്കിലും നീക്കം ചെയ്യുക. റബ്ബർ തോട്ടങ്ങളിലെ ടാപ്പിങ്ങിനായി സ്ഥാപിച്ചിരിക്കുന്ന ചിരട്ടകൾ ഉപയോഗിച്ച ശേഷം കമഴ്ത്തി വയ്ക്കുക. മലിനജലം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, ടാങ്കുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്നതിനായി അബേറ്റ് പോലുള്ള കീടനാശിനികൾ സ്പ്രേ ചെയ്യുക. കൊതുക് ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ മാലത്തിയോൺ എന്ന കീടനാശിനി ഡീസലുമായി നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് ഫോഗിംഗ് യന്ത്രം ഉപയോഗിച്ച് പുകയ്ക്കുന്നത് ഒരു പരിധിവരെ കൊതുക് നശീകരണത്തെ സഹായിക്കും. ശുദ്ധജല സ്രോതസ്സുകളായ ടാങ്കുകൾ, കിണറുകൾ, മഴവെള്ള സംഭരണികൾ എന്നിവിടങ്ങളിൽ ഗപ്പി, മാനത്തുകണ്ണി തുടങ്ങിയ കൂത്താടി ഭോജികളായ മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നത് ചിലവ് കുറഞ്ഞതും
സുരക്ഷിതവും സ്ഥായിയുമായ ഒരു കൂത്താടി നശീകരണ മാർഗമാണ്. സെപ്റ്റിക് ടാങ്കുകളുടെ ഔട്ട്ലെറ്റ് പൈപ്പുകളിൽ കൊതുകുവല ഉപയോഗിച്ച് കെട്ടുന്നത് കൊതുകിന്റെ പ്രജനനത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നു. രോഗപ്രതിരോധത്തിന് വ്യക്തിശുചിത്വവും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. എല്ലാ ദിവസവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക. കക്കൂസിൽ പോകുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക. മലമൂത്ര വിസർജനത്തിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ദിവസവും കുളി ശീലമാക്കുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. കാലിലെയും കൈയിലെയും നഖങ്ങൾ യഥാസമയങ്ങളിൽ മുറിച്ച് വൃത്തിയാക്കുക. ആഹാര സാധനങ്ങൾ മൂടിവെക്കുക. ആഹാരം കഴിക്കുന്നതിനു മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കുടിക്കുവാനായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വയറിളക്ക രോഗങ്ങൾ വരുമ്പോൾ ORS ലായനി ഉപയോഗിക്കുന്നത് ശീലമാക്കുക. തിളപ്പിച്ചാറ്റിയ 5 ഗ്ലാസ് വെള്ളത്തിൽ അഥവാ 1 ലിറ്റർ വെള്ളത്തിൽ ORS മിശ്രിതം നന്നായി ഇളക്കി ചേർത്ത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കുവാനും വീട്ടാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന കിണർ വെള്ളം യഥാസമയം ക്ലോറിനേറ്റ് ചെയ്യുക. കിണറിന്റെ വെള്ളത്തിന്റെ താഴ്ചയും വ്യാസവും അളന്ന് 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം എന്ന അനുപാതത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്ത് ജലം ശുദ്ധീകരിക്കാവുന്നതാണ്. എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന കർമ്മപദ്ധതിയുടെ ഉദ്ദേശം ജനങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക വഴി കൊതുകുജന്യ രോഗങ്ങളെയും മറ്റു പകർച്ചവ്യാധികളെയും ഒരു പരിധിവരെ പ്രതിരോധിക്കുക എന്നതാണ്. വൃത്തിയുള്ള വീടും പരിസരവും പകർച്ചവ്യാധികളെ അകറ്റി നിർത്തുന്നു. ആരോഗ്യം ഒരു പൗരന്റെ അവകാശം മാത്രമല്ല, കടമയും കൂടിയാണ്.